നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം മുരളിച്ചേട്ടനും മലിയാർ സാറും എല്ലാം പല പ്രാവശ്യം ആവർത്തിച്ച ഒരു പേരാണ് അടുത്ത അതിഥിയുടേത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, മലയാള സിനിമയ്ക്ക് നിരവധി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. യാതൊരുവിധ ഇൻട്രൊഡക്ഷനും ഇല്ല, ഒന്നുമില്ലാതെ ചോദിക്കുകയാണ്, എന്താണ് നടൻ മുരളി? സ്വന്തം. എങ്ങനെയാണ് സ്വന്തമായത്? ഞങ്ങൾ കണ്ടുമുട്ടിയത് എപ്പോഴാണെന്ന് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറയാം. 1979 ഞാറ്റടി സിനിമ ചിത്രലേഖന ഡബ് ചെയ്യുമ്പോൾ ഒരാളവിടെ വരുന്നു. അന്ന് ഇത്തിരി തടിയനാണ്, പാൻസും ഹാഫ് കൈ ഷർട്ടുമാണ് വേഷം. അദ്ദേഹം വന്ന് ഡബ് ചെയ്തിട്ട് പോന്നു. അദ്ദേഹത്തെ ഒരു നാടകത്തിലേക്ക് സംഗീതം അറിയാം പുള്ളിക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പോൾ വിളിച്ച ആൾ നരേന്ദ്രപ്രസാദാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന അമ്മാവനോട് ചോദിച്ചു നോക്കാൻ. ആരാ അമ്മാവനും ഞങ്ങൾക്കറിയില്ല, ആരാ ഈ അമ്മാവൻ എന്നറിയില്ല. അപ്പോൾ പ്രസാദ് സാറിനോട് പറഞ്ഞു, ഇത് കഥകളിയുടെ നടനത്തിൽ കലിവേഷം കിട്ടുന്ന എന്താണ് നമ്മുടെ തിരുമേനിയില്ല, എന്താണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂരി ആയിരിക്കും, കാരണം ഇത് നമ്പൂരി ആയതുകൊണ്ട് എന്ന് പ്രസാദ് സാറിനോട് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് അവസാനം വരുമ്പോഴാണ് അമ്മാവൻ എന്ന് പറഞ്ഞാൽ നെടുമുടി വേണുവാണ് എന്നറിയുന്നത് നമ്മൾ. അങ്ങനെ നെടുമുടി വേണുവിൻ്റെ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത്. ഒരു ബസ് വെച്ചാണ് ശരിക്കും, തിരുമേനിക്ക് ഓർമ്മയില്ല, പരിചയപ്പെടുന്നത് 79. പിന്നെ ഞങ്ങൾ പങ്കുവെച്ചത് മുഴുവൻ കഥകളായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളൊക്കെ തന്നെ ഇങ്ങനെ എത്തി. സൗപർണിക നമ്മൾ ഡൽഹിയിൽ കളിച്ചപ്പോൾ അവിടെ ആളുകൾ വന്നിട്ട് ഈ രാഗങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് ആർക്കും ശാസ്ത്രീയമായി പഠിച്ചവരാരുമില്ല. പ്രസാദ് സാർ എഴുതും, തിരുവൻ്റെ ചിട്ടപ്പെടുത്തും. അങ്ങനെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം. പ്രസാദ് സാർ അതിനകത്ത് ഗാനരചയിതാവും, ഞാൻ സംഗീത സംവിധായകനും. അതെ, തിരിച്ചാണ് സംഭവിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരി. അപ്പോൾ എനിക്കന്ന് കണ്ണ് നിറഞ്ഞു പോയി. ഈ ചേട്ടൻ്റെ കാലടികളെ വന്ദിക്കുന്ന കാണുമ്പോഴേ കണ്ണ് രണ്ടും ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട്. അല്ല, പിന്നെ മുരളിയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഞങ്ങൾ വിശന്നാൽ പോസ്റ്റൽ അക്കൗണ്ട്സിൻ്റെ പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ കടമറ്റ, അതുപോലെ ഈ പിന്നെ ഗോപാല ഐഡിയൽസിയെ പറയല്ലോ കേട്ടോ. കലാകാരന്മാർ പലപ്പോഴും പറയും വിശപ്പേ എന്ന് പറയും. ഞങ്ങളങ്ങനെയല്ല, വിശപ്പാണ്. അവരുടെ അക്കൗണ്ടിൽ പേരെഴുതി വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. വയറ് നിറച്ച ആഹാരം കഴിക്കുന്നത് പ്രസാദ് സാറിൻ്റെ വീട്ടിൽ നിന്ന്, അലിയാർ സാറിൻ്റെ വീട്ടിൽ നിന്ന്, പിന്നെ പോസ്റ്റൽ അക്കൗണ്ട്സിൽ നിന്ന് വയറ് നിറച്ച്. അയ്യോ, അല്ലാത്തൊരു കാലമാണ്. അതുപോലെ വിശ്വൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ മുരളി വിശ്വനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ശാന്തിക്കാരനായ വിശ്വൻ്റെ പിന്നെ ഇതിൽ പോയി ഭക്ഷണം കഴിക്കലും അതൊക്കെ. അത് പക്ഷേ ഇപ്പോഴാലോചിക്കുമ്പോൾ ഒരു രസമാണ്. ഇപ്പോഴും നമ്മുടെ നാടകം കാണാനായിട്ട് അമ്മ അതിഥി അന്തർജനം. അതെ, കൈതപ്പുറത്തുനിന്ന് കോഴിക്കോട് വന്നിട്ടുണ്ട് നാടകം കാണാനായിട്ട്. അങ്ങനെ ഒരു കുടുംബബന്ധമാണ്. ഇപ്പോഴും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉപയോഗിക്കാത്ത, ഇന്ന് വരെ ഉപയോഗിക്കപ്പെട്ടില്ലാത്ത 2 രാഗങ്ങൾ ഞാൻ നമ്മുടെ നാടകങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. പിന്നെ അതിൽ പിന്നെ നവരസം, സൗവർണികയിലും ഉപയോഗിച്ച് നിത്യവിരഹികളായ അത് മധ്യമാവധി രണ്ടില് മൊത്തം ഈ സൗവർണിക നയിക്കുന്നത്. ഇപ്പോഴും അതൊരു വല്ലാത്തൊരു രാഗമാണ്. അപ്പം അത് മധ്യമശ്രുതിക്കാണ് സാധാരണ ആ രാഗം. മധ്യമശ്രുതി മെയിനാക്കിയിട്ടാണ് ഉപയോഗിക്കുക. സൗപർണിക 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 സൗപർണിയുടെ ഒരു വരവ് നമുക്ക് ഞങ്ങളെല്ലാവരും കുളിര് വരിയിരിക്കുന്നൊരു. മോഹിനിയാട്ടത്തിൻ്റെ വേഷത്തിലേ മുല്ലപ്പൂവൊക്കെ ചൂടി യക്ഷി വരികയാണല്ലോ.
എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സഫലമായിട്ടുള്ള ദിവസങ്ങളാണ്. എന്നോട് നമ്മുടെ വീട്ടിൽ ഒരു നിത്യസ്മാരകമായിട്ട് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. OV വിജയൻ എനിക്ക് എഴുതി തന്ന. ഞാൻ കണ്ടില്ലേ? സൗപർണിക ഈസ് എ ഗ്രേറ്റ് പ്ലേ. ഇനിയും കാലഘട്ടം വരും വർഷങ്ങളിൽ ഇത് അംഗീകരിക്കപ്പെടും പറഞ്ഞിട്ട് എഴുതി. ഇന്ന് എനിക്ക് അതിലത്തെ ഡയലോഗുകൾ അതുപോലെ ഇവർ ഓരോ വിജയമന്ത്രിയുടെ കരയാണ് ഞങ്ങൾ ഡൽഹി റിഹേഴ്സൽ ചെയ്യുമ്പോൾ. പിന്നെ ഫ്രണ്ടിൽ വന്ന് റിഹേഴ്സൽ കാണുമ്പോൾ ഇരുന്ന് OV വിജയൻ കരയുകയാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, പ്രസാദ് ഞാൻ വൈകുന്നേരം വരാം, വന്നിട്ടൊരു 20 മിനിറ്റ് ഞങ്ങൾ പോവും. പ്രസാദ് സാർ പറഞ്ഞു വിജയൻ വരണ്ട അങ്ങനെയാണെങ്കിൽ. കാരണം വിജയനെ ഡൽഹിയിലെ എല്ലാവർക്കും അറിയാം. വിജയൻ വന്ന് ഒരു മലയാള നാടകം നടക്കുമ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ അർത്ഥം അവർ വിചാരിക്കും ഇത് പരമ ബോറാണ്, അതുകൊണ്ട് വരണ്ട. എന്നാൽ പിന്നെ അവസാനം വരിരിക്കുക, മൃദുവായിട്ട് വന്നിരുന്നിരിക്കോ. നല്ല രസമായിട്ടുള്ള ഒരു ജീവിതം. തിരുമേനിയുടെ ഈ ആദ്യം പബ്ലിഷ് ചെയ്യുന്ന കവിത ഇത് ഞാനിങ്ങനെ കേൾക്കുകയാണ്. കേട്ടിട്ട് ഞാനിത് അന്തം വിടുകയാണിത് നമ്മുടെ ജീവിതമായിട്ട് ഇതിന് ബന്ധമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കവിത ഏറ്റവും കോൺപുര ചോർന്നും തെക്കിനിയട്ടം വീഴാറായും നിൽക്കെ താളക്കൈ പെരുമഴ വെള്ളച്ചാട്ടത്തിന് തൊണ്ടട് മണലിട് താളക്കൈയുടെ ശാന്തി ശാന്തിയാണ്. അത് അന്ന് സേകം സ്വപ്നം കാണും നങ്ങയ്ക്കും നങ്ങേമയ്ക്കും സ്വപ്നങ്ങൾക്ക് നിറം മങ്ങിയ താത്രിക്കുട്ടിക്കും തേതിക്കും ഒരു പിടിയരി ഒരു തുള്ളി ഉപസ്തരണം ഒരൊറ്റത്തുട്ട് ഇവ തികയാഞ്ഞ് ഒരു പുലിനഖമുള്ളത് അറുത്ത് പെറുക്കിയ വിറ്റുപെറുക്കിയ ശാന്തി. ഇത് വായിച്ചു കേൾക്കുമ്പോൾ ഒരു പുതിയ ഭാഷ, ഒരു പുതിയ ഡിക്ഷൻ ഇതിങ്ങനെ വരികയാണ്. ഇതാണ് ആദ്യമായിട്ട് തിരുമേനിയുടെ പബ്ലിഷ് ചെയ്യുന്ന കവിത. കവിതയുടെ കാര്യത്തിൽ മുരളിയാണ് എന്നെ ആദ്യം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾ. അതുപോലെ എൻ്റെ കവിത എന്നെക്കാൾ ബൈഹാറായിട്ടുള്ള ആൾ മുരളിയാണ്. ഈ ഋതത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലായിരുന്നു മുരളിച്ചെന്ന് പറയായിരുന്നു. അതെ അന്നൊക്കെ ഞങ്ങൾ താളം പിടിപ്പിക്കുകയും. അതെങ്ങനെയായിരുന്നു? അപ്പോൾ ഈ സോങ്ങിനൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇല്ല, ഞാനാണ് ശരിക്കും പിന്നെ പരമശിവൻ മാഷാണ് അതിൻ്റെ വാദ്യത്രം പിന്നെ നൃത്ത സംവിധാനമെങ്കിലും. പിന്നെ ഒരു ദിവസം പരമശിവൻ മാഷ് വരുമ്പോൾ ഞാൻ ഇവരെ നൃത്തം അപ്പം നീ ഇതും തുടങ്ങിയില്ലേ. ഈ സൗപർണികയ്ക്ക് വേണ്ടി സംഗീതം ചെയ്ത ഏതെങ്കിലും ഒരു ലൈൻസ് എല്ലാം ഓർമ്മയില്ലേ? നിത്യവിരഹികളായി അലഞ്ഞു മഹാനദി മുഖമെത്തി കയ്യിൽ കത്തുമഗ്നി മനസ്സിനോടു ജപിച്ചു ചേർത്തു തിരിഞ്ഞു നോക്കി. നിത്യവിരഹികളായി അലഞ്ഞു മഹാനദി മുഖമെത്തി കയ്യിൽ കത്തുമഗ്നി മനസ്സിനോടു ജപിച്ചു ചേർത്തു തിരിഞ്ഞു നോക്കി. പിതാക്കളെ പരമോർത്തു നിന്നു നടുങ്ങി വീണ്ടും വലകളിൽ വീണടിയുവോ മനുഷ്യർ. ശ്രീരാമനെ ഞാൻ എപ്പോഴും ഓർക്കും. ഈ സരയൂ നദിയിലേക്ക് ആ കത്തുമഗ്നി മനസ്സിനോട് ചേർത്ത് ജപിച്ച് എടുത്ത് ആ വല്ലാത്തൊരു അവർ സൗപർണികയിൽ മുരളിയുടെ എപ്പോഴും ഞാനത് സങ്കടത്തോടെ കാണാം. ഈ സൂര്യകാലടിയുടെ മരണം മുരളി അഭിനയിക്കുകയാണ്. ചക്രശ്വാസം വലിച്ചു മരിക്കുന്ന 2 പ്രശ്നമാണ്. ഒന്ന് മൂത്രം മുട്ടി മരിക്കുമെന്നും വേറൊന്ന് ചക്രശ്വാസം മരിക്കുമെന്നും. ഇത് രണ്ടും ഒരേ സമയത്ത് ഇയാൾക്ക് ഒന്ന് ഭവിക്കുക ഈ നടന് ഈ കഥാപാത്രം മരിക്കുക. ഇയാൾ ഇതിന് രക്ഷപ്പെടാൻ വേണ്ടി പോവാണ്. ഇയാളുടെ അച്ഛനെ യക്ഷി കൊന്നതാണ്. അതുകൊണ്ട് എല്ലാ യക്ഷിമാരെയും ഗന്ധർവന്മാരെയും വിളിച്ച് ഹോമിച്ച് അത് വേറെ കഥയാണ്. ഈ കഥാപാത്രത്തിന് അഭിനയിക്കേണ്ടത് ഒരേ സമയത്ത് നമ്പൂതിരിക്ക് മൂത്രം മുട്ടിയാൽ പൂണൂല് ചെവി തിരിയണം. അങ്ങോട്ട് നടക്കുമ്പോൾ തോന്നുന്നു എനിക്ക് മൂത്രം മുട്ടുന്നു, അയാൾ തിരിത്തോളാം ഇങ്ങോട്ട് പോകും. ആദ്യം ഓഡിയൻസ് പിന്നെ മനസ്സിലാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾക്ക് ഈ ചക്രശ്വാസം വരുന്നത്, വരി രണ്ടും കൂടെ ഒരുമിച്ച് വരിക. ഇപ്പോഴും ഉണ്ടെന്നാ പറഞ്ഞത് അമ്പലത്തിൽ ചാടിക്കടിച്ച് എന്തോ ഒരു പാടുണ്ട്, കഴുക്കോല്. ഇത് ഇയാൾ ചെക്കാടുന്നുള്ള കാണണം നടുവുണ്ട് നടന്ന സംഭവമാണ് ഇത് നടന്നത്. ഈ സ്റ്റേജിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് അവസാനം വേറെ സംഭവമായിരുന്നത്. അതുപോലെ അപ്പോൾ മുരളി പറയാറുള്ളൊരു ഡയലോഗ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ അതിനകത്ത് പിന്നെ ഗ്രന്ഥത്തിൽ കണ്ടതാണല്ലോ ഞാൻ ചെയ്തത് വരുമോ. കാരണം ഈ മന്ത്രവാദ ഗ്രന്ഥത്തിലുള്ളതല്ലേ. യക്ഷി എന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത് പറയുന്നത്? ഗ്രന്ഥത്തിൽ കണ്ടതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ യക്ഷി പറയുന്നതിന് മറുപടി വളരെ രസമായിരുന്നു. നീ തന്നെ ചെയ്യണമെന്ന് ഗ്രന്ഥത്തിലുണ്ടായിരുന്നു. അത് ഗ്രന്ഥത്തിലുണ്ടായിരുന്നില്ല അല്ലേ? നീ തന്നെ ചെയ്യണമെന്ന് ഗ്രന്ഥത്തിലുണ്ടായിരുന്നോ? ഇല്ല. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് വേദന ഉളവാക്കുന്നതാണെങ്കിലും കഷ്ടപ്പാടുകളുടെ ആണെങ്കിലും രസകരമാണെങ്കിലും എന്തും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒന്നിച്ചു കൂടി അത് പങ്കിടുമ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുപാട് ഓർമ്മകളിലേക്ക് വേണ്ടി എനിക്ക് ഇപ്പം പറഞ്ഞ 2 സംഭവം എനിക്ക് ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മൾ പറയുന്നതിനിടയിൽ കുഞ്ഞിരാമൻ നായർ വന്നു. കുഞ്ഞിരാമൻ നായരുടെ ഒരു പാട്ട്
എൻ്റെ അവിടുത്തെ ഒരു വളരെ വില കുറഞ്ഞ ഒരു ഡക്കിൽ ഇങ്ങനെ ഈ കാസറ്റിൻ്റെ ഇത് ടേപ്പ് കുരുങ്ങുന്ന അയ്യപ്പനെ കുറിച്ച് ഒരു പാട്ട്, അതാണ് എപ്പോഴും മുരളി എന്നോട് പാടാൻ പറയുന്നൊരു പാട്ട്. ഇതേതായിരുന്നു ടേപ്പ് ചുറ്റിപ്പോയ ടേപ്പിൻ്റെ പാട്ട്? കുഞ്ഞിരാമൻ നായരുടെ പാട്ടാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടാത്. ശരി. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്കപ്പൂങ്കാവനമുണ്ടേ. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്കപ്പൂങ്കാവനമുണ്ടേ. ജടമുടി മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു, വെളുത്ത മുത്തു കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു, കാട്ടാനകളോടൊത്തു കരിമ്പുലി കടുവാ പടയണികൾ, കണിക്കൊരുക്കും മണിനാഗങ്ങൾ തിരുനട കാക്കുന്നു. മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ടേ, മഞ്ഞണിരാവു നിലാവു വിരിക്കും പൂങ്കാവനമുണ്ടേ, തങ്കപ്പൂങ്കാവനമുണ്ടേ.